ആറ്റുകാലിൽ ബി.ജെ.പി. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം. ബി.ജെ.പിയുടെ കൊടിമരത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം അടങ്ങിയ ബോർഡ് വെച്ചത് അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടാണ് തർക്കമുണ്ടായത്. ക്ഷേത്ര പരിസരത്ത് കാവിത്തോരണങ്ങൾ കെട്ടുന്നതിന് പോലീസ് ഇന്നലെ വിലക്ക് ഏർപ്പെടുത്തിയതും തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനിയിലേക്ക് തന്നെ വരാം. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നിലവിൽ പോലീസും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിലുള്ളൊരു സംഘർഷം അവിടെ ഉണ്ടായിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആറ്റുകാലിൽ ബി.ജെ.പിയുടെ കൊടിമരത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡ് വെച്ചതാണ് ഈ ഒരു സംഘർഷത്തിന് ഇടയാക്കിയത്. ബോർഡ് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടാണ് തർക്കം ഉണ്ടായിട്ടുള്ളത്. ക്ഷേത്ര പരിസരത്ത് കാവിത്തോരണങ്ങൾ കെട്ടുന്നതിൽ ഇന്നലെ വിലക്കേർപ്പെടുത്തിയതും ഇത്തരത്തിലൊരു തർക്കത്തിന് ഇടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തുടർച്ചയായി CPM-ന്റെ അതിക്രമങ്ങൾ, സംഘർഷ സാധ്യത ഇത് ആറ്റുകാലിൽ തുടർച്ചയാകുന്നതിന്റെ ഭാഗമായിട്ട് വേണം ഇന്നത്തെ ഈ സംഭവത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപാണ് ആറ്റുകാലിൽ ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത സാഹചര്യം ഉണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആറ്റുകാലിൽ ചില വികസന പ്രവർത്തനങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന പേരിൽ CPM-ന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ തീർക്കാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ആദ്യം അത് മാറ്റിവെച്ചിരുന്നെങ്കിലും പിന്നീട് ബി.ജെ.പിയുടെയും ഹൈന്ദവ സംഘടനകളുടെയും കൊടിമരത്തിൽ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഥലം മന്ത്രി, ഒപ്പം തന്നെ സ്ഥലം കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോകൾ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉൾപ്പെടെ ഫോട്ടോ പതിച്ച ഫ്ലെക്സ് ബോർഡ് ആയിരുന്നു ഈ ഒരു ഹൈന്ദവ സംഘടനകളുടെയും ബി.ജെ.പിയുടെയും ഉൾപ്പെടെയുള്ള കൊടിമരത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ആദ്യം ഇത് നീക്കാനുള്ള നിർദ്ദേശം ഇവരുടെ ഭാഗത്ത് നിന്ന്, ഹൈന്ദവ സംഘടനകളുടെയും ബി.ജെ.പിയുടെയും ഭാഗത്ത് നിന്ന് നൽകിയിരുന്നു. പക്ഷെ ആ ഒരു നിർദ്ദേശം ഒക്കെ മറികടന്നുകൊണ്ട് വീണ്ടും കൗൺസിലർ ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘം, CPM സംഘം ഈ ഫ്ലെക്സ് ബോർഡ് അവിടെ തന്നെ സ്ഥാപിക്കുകയായിരുന്നു. അതിനുശേഷം ബി.ജെ.പിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ അതെടുത്ത് മാറ്റാനുള്ള ശ്രമം നടത്തി. തൊട്ട് പിന്നാലെ വീണ്ടും ഇന്ന് ഉച്ചയോടുകൂടി ഈ ഫ്ലെക്സ് ബോർഡ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം CPM സ്വീകരിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ തന്നെ ഭാരവാഹികൾ അവിടേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധത്തിന് നേരെയാണ് ഇപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പും വലിയ രീതിയിലുള്ള അക്രമാസക്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത്. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ, മഹിളാ മോർച്ചയുടെയും ഹൈന്ദവ സംഘടനകളുടെ ഉൾപ്പെടെ മഹിളാ പ്രവർത്തകരെ ഉൾപ്പെടെ പുരുഷ പോലീസ് അതിക്രമിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. സമീപത്ത് ഉണ്ടായിരുന്ന ചില കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയുടെയും ഹൈന്ദവ സംഘടനകളുടെയും പ്രവർത്തകർക്ക് നേരെ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ടുള്ളൊരു അതിക്രമവും അക്രമവുമായിരുന്നു ഇപ്പോൾ ആറ്റുകാലിൽ കാണാനായത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ, പ്രവർത്തകർ, ബി.ജെ.പിയുടെ പ്രവർത്തകർ, ഒപ്പം തന്നെ മഹിളാ മോർച്ച പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വരും മണിക്കൂറിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ആറ്റുകാലിൽ പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, 25-ാം തീയതി ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യം. മുൻ വർഷങ്ങളിൽ കരിക്കകം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ കാവിക്കളറിലുള്ള അല്ലെങ്കിൽ പതാക കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ സമാനമായ അന്തരീക്ഷം ആറ്റുകാൽ ക്ഷേത്രത്തിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ പ്രതിഷേധം ബി.ജെ.പി. നടത്തിയ ഒരു പശ്ചാത്തലം കൂടി നിൽക്കുന്നുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെയാണ് തുടർച്ചയായി പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള CPM-ന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഈ ഘട്ടത്തിൽ വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ഥലത്ത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അധികം പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പരിശോധനകൾ കൂടി ഈ ഘട്ടത്തിൽ നടക്കുകയാണ്. എന്തായാലും ഹൈന്ദവ സംഘടനകളെ അടിച്ചമർത്താനും ഒപ്പം തന്നെ അവരെ ആക്രമിക്കാനും പോലീസ് തയ്യാറാകുന്നു, അല്ലെങ്കിൽ പോലീസ് അത്തരത്തിലൊരു നടപടി ഈ ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ആറ്റുകാൽ ക്ഷേത്രനടയിൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ വീണ്ടും ആ ഫ്ലെക്സ് ബോർഡ് അവിടെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല. വിഷ്ണു.
ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ക്ഷേത്രോത്സവത്തെയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെയും അലങ്കോലപ്പെടുത്താൻ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ നേരത്തെയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഇവിടെ ആറ്റുകാലിൽ സംഭവിച്ചതും ഇത്തരത്തിൽ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള അക്രമകാരികൾക്കെതിരെ ഒത്താശ ചെയ്യുന്ന ഒരു പോലീസിന്റെ നടപടിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയല്ലേ ഇത്? ഒരുപക്ഷെ കൃത്യമായൊരു നടപടി ഉണ്ടാകാതെ ആ ഒരു പ്രതിഷേധിച്ച അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയവരെ തടങ്കിലാക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായൊരു വിഷയമായി തന്നെയല്ലേ ചൂണ്ടിക്കാട്ടേണ്ടത്? കാര്യം അക്രമം കാണിച്ച അല്ലെങ്കിൽ അതിക്രമം നടത്തിയവർക്കെ ഒപ്പം പോലീസ് നിൽക്കുന്നു, ആഭ്യന്തര വകുപ്പ് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആറ്റുകളിൽ നിന്ന് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിൽ സുപ്രീം കോടതി വിധി ഉൾപ്പെടെ വന്ന പശ്ചാത്തലത്തിലും ഹൈന്ദവരെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിയ അതേ പോലീസ് തന്നെയാണ് ഇപ്പോൾ ആറ്റുകാലിലും സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ അന്യായമായ ഒരു പ്രവൃത്തി ചൂണ്ടിക്കാട്ടിയ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകർ, മുതിർന്ന ഭാരവാഹികളുണ്ട്, പ്രായമായ അമ്മമാരുൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെയാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിൽ അതിക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വനിതാ പോലീസുകാരാണ് വനിതാ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അവരുടെ ശരീരത്തിൽ തൊടുക എന്നുള്ളതടക്കമുള്ള സംഭവങ്ങൾ നടക്കാം. പക്ഷേ ഇത്തരത്തിൽ ഇന്ന് ആറ്റുകാലിൽ കാണാനായത് പുരുഷ പോലീസ് തന്നെ ഈ വനിതാ പ്രവർത്തകരെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാർ ഉൾപ്പെടെ ഉള്ളവരെയാണ് ഇപ്പോൾ പോലീസ് കയ്യേറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ പ്രതിഷേധങ്ങൾ അവിടെ നടന്നപ്പോഴും പോലീസ് ഒരു ഇരട്ടിത്താപ്പ് നയം അവിടെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിക്രമവും അക്രമവും ഇത്തരത്തിൽ ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊപ്പം പോലീസ് നിൽക്കുന്നു, ഒപ്പം തന്നെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരെ അടിച്ചമർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നു. സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലും ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും പ്രവർത്തകർ പലരും ക്ഷേത്ര സമീപത്തൊക്കെ ഉണ്ട്. ഒരുപക്ഷെ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യവും സാധ്യതയും കൂടി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി ഭക്തജനങ്ങൾ അവിടെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസവും അവിടെ ഉണ്ടായതാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശബരിമലയിൽ തുടങ്ങിയ ഈ ഹൈന്ദവരോടുള്ള അവഹേളനം, ഒപ്പം തന്നെ അതിനോടുള്ള അതിക്രമം, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അടിച്ചമർത്തൽ, അത് തലസ്ഥാന ജില്ലയിലും തുടരുന്നു. കരികം ക്ഷേത്രത്തിന് പിന്നാലെ ഇപ്പോൾ ആറ്റുകാലിലും അതിന് സമാനമായ അന്തരീക്ഷം പോലീസ് തന്നെ സൃഷ്ടിക്കുന്നു. ഒപ്പം അതിനെ കുടപിടിക്കാൻ CPM-ഉം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഫ്ലെക്സ് ബോർഡ്, പ്രത്യേകിച്ച് ആറ്റുകാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട നിരവധി ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ തന്നെ അവിടെ ഉയർത്താറുണ്ട്. പക്ഷേ അതിനൊന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് ഹൈന്ദവ സംഘടനകളുടെ കൊടിമരം, ഒപ്പം തന്നെ BJP-യുടെ ഉൾപ്പെടെയുള്ളവരുടെ കൊടിമരം നിൽക്കുന്ന പ്രദേശത്ത് കൊടിമരത്തിൽ ചാടിക്കൊണ്ടായിരുന്നു ഈ ഒരു ഫ്ലെക്സ് കൊണ്ട് വെച്ചത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പ്രശ്നത്തിന് ഇടയാക്കിയത്. ആദ്യഘട്ടങ്ങളിൽ ഈ പ്രവർത്തകർ തന്നെ ഇത് നീക്കം ചെയ്യണം, ഇത്തരത്തിൽ തങ്ങളുടെ സ്ഥലമാണ്, ഈ ഫ്ലെക്സ് ബോർഡ് ഈ ഒരു കൊടിമരത്തിൽ വെക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിരുന്നു. പക്ഷേ അത് മറികടന്നുകൊണ്ട് വീണ്ടും അവിടെ ഫ്ലെക്സ് ബോർഡ് വെക്കുക, മനഃപൂർവ്വം ഒരു ഉത്സവ അന്തരീക്ഷം മാറ്റിക്കൊണ്ടൊരു സംഘർഷ അന്തരീക്ഷം സൃഷ്ടിക്കാൻ CPM ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. വിഷ്ണു, ശാലിനി, മറ്റൊരു കാര്യം നമുക്കറിയാവുന്നത് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് തന്നെ ഹൈന്ദവ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യമായുള്ള ഒരു പരിപാടികളൊക്കെയും ഭക്തർക്ക് വേണ്ടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം വേണ്ടുന്നുള്ള സഹായങ്ങളൊക്കെയും നൽകി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമം അഴിച്ചുവിടുന്ന ഒരു രീതി ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ കൂടിയും വരും മണിക്കൂറിൽ ശക്തമായൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനകളുടെയും ഭക്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? വിഷ്ണു, അത് തന്നെയാണ്. കാരണം ഇവരെ ചൊടിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ മുൻ വർഷങ്ങളിലും ഇപ്പോഴാണെങ്കിൽ പോലും നിരവധി ഭക്തജനങ്ങളാണ്, പ്രതിദിനം 1000-ഉം 10,000 ഭക്തജനങ്ങളാണ് ആറ്റുകാലിലേക്ക് ഒഴുകിയെത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, മറ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ അവിടെ ഹൈന്ദവ സംഘടനകൾ മുന്നിലുണ്ട്. അതൊക്കെ തന്നെ CPM-നെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം ഒരു ഘട്ടത്തിൽ പറയാൻ. സ്വാഭാവികമായും മുൻ വർഷങ്ങളിൽ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ഭക്തർക്ക് വേണ്ട മതിയായ സൗകര്യങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ കൗൺസിലർമാർ സ്വീകരിക്കേണ്ട നടപടികൾ അവിടെ ഉണ്ടായി
ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നഗരസഭയ്ക്കും ഒപ്പം പിന്നാലെ സ്ഥലം കൗൺസിൽ കൂടിയായ ഉണ്ണിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് CPM നടത്തിയ വികസന നേട്ടങ്ങൾ CPM കാര്യമായി തന്നെ ആറ്റുകാലിനെ പരിഗണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി CPM വലിയ രീതിയിലുള്ള വികസനം നടത്തുകയാണ് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് അത് സ്ഥലം കൗൺസിൽ കൂടിയായിട്ടുള്ള ഉണ്ണി, ഒപ്പം തന്നെ സ്ഥലം MLA ശിവൻകുട്ടി, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ടാണ് ആ ഫ്ലെക്സ് ബോർഡ് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ഇതിലാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് അടിക്കുക, ഒപ്പം തന്നെ അത് മറ്റൊരു കൊടിമരത്തിൽ കൊണ്ടുവന്ന് വെക്കുക. അവർക്ക് സ്വാഭാവികമായും CPM-ന്റെ കൊടിമരം അവിടെയുണ്ട്, CPM-ന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അവിടെ ഒന്നും തന്നെ വെക്കാതെ ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാക്കാൻ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇത് കൊണ്ടുവച്ചു. അത് ഒരു തവണ നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും വീണ്ടും അവിടെ കൊണ്ടുവെക്കുക, അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു CPM സ്വീകരിച്ചത്. എന്തായാലും അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രതിഷേധിച്ച ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെയും ഒപ്പം തന്നെ BJP-യുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ തന്നെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്തായാലും ആ അറസ്റ്റ് ചെയ്തതിലടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രവർത്തകരെ പോലീസ് കയ്യേറ്റം ചെയ്തതിലടക്കം, വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തതിലടക്കം വരും മണിക്കൂറിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ദിവസത്തിനായിട്ടുള്ളത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് പൊങ്കാലയെ പോലും വലിയ രീതിയിൽ സംഘർഷ ഭൂമിയാക്കാൻ ഒരു ശ്രമം ആറ്റുകാലിൽ ഇപ്പോൾ ബോധപൂർവമായി CPM നടത്തുന്നുണ്ട് എന്നൊരു ആരോപണം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. വിഷ്ണു. യെസ്, ശാലിനി, വ്യക്തമാണ്. ആറ്റുകാലിൽ BJP പ്രവർത്തകരും പോലീസും തമ്മിലാണ് വാക്കുതർക്കമുണ്ടായത്. BJP-യുടെ കൊടിമരത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ ബോർഡ് വെച്ചത് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടാണ് തർക്കമുണ്ടായത്. ക്ഷേത്ര പരിസരത്ത് കാവിത്തോരണങ്ങൾ കെട്ടുന്നതിന് പോലീസ് ഇന്നലെ വിലക്ക് ഏർപ്പെടുത്തിയതും തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും കൃത്യമായൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇടത് CPM പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള അക്രമത്തെ ചൂണ്ടിക്കാട്ടിയ ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ ഭക്തർ അടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതും എടുത്തു പറയേണ്ടതാണ്. എന്തു തന്നെയാലും ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ആറ്റുകാലിൽ ഉണ്ടായിരിക്കുന്നത്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.